സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത രണ്ടാമത്തെ ഭാഗം കേരളത്തിൽ അതിൻ്റെ ചരിത്രത്തിൽ ജനാധിപത്യ മുന്നേറ്റത്തിൽ പുതിയ സംഭാവന നൽകുന്നതാണ് നവകേരള സദസ് എന്ന പരിപാടി എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയിട്ടുള്ളത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ജനാധിപത്യത്തിൻ്റെ പുതിയ മുഖം മുന്നോട്ടേക്ക് വെച്ച LDF സർക്കാരിൻ്റെ മറ്റൊരു ചുവടുവെപ്പായിരുന്നു നവകേരള സദസ്. സർക്കാർ അനുഭവിക്കുന്ന കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധം അത് ജനങ്ങളുടെ മേലെയാണ് കൃത്യമായിട്ട് വന്ന് ഭവിക്കുക എന്ന കാര്യം ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നത് ഇതിൻ്റെ പ്രധാന ലക്ഷ്യമായിരുന്നു. മാധ്യമങ്ങൾ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുമ്പോൾ യഥാർത്ഥ വസ്തുത എന്താണെന്ന് ജനങ്ങൾക്കായി സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ഒരു ജനകീയ വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ അധ്യായം ഇതിലൂടെ തുറക്കപ്പെട്ടു എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കി അവ പരിഹരിക്കുന്നതിനുള്ള ഇടപെടൽ കൂടി ഇതിൻ്റെ ഭാഗമായി നടക്കുകയുണ്ടായി. പ്രഭാത യോഗങ്ങളിൽ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള നിരവധി ആളുകൾ, അത് കോൺഗ്രസും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള നിരവധി പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് നടത്തിയ ആശയവിനിമയം ഈ പരിപാടിയിലൂടെ നമുക്ക് പൊതുവായ കേരളത്തിൻ്റെ ഒരു ചിത്രം ലഭിക്കാനിടയായിട്ടുണ്ട് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ വിശദീകരിച്ചത്. നിരവധി നൂതനമായ ആശയങ്ങൾ ഇതിൻ്റെ ഭാഗമായി സർക്കാരിന് മുമ്പാകെ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവ പരിശോധിച്ച് പ്രാവർത്തികമാക്കാനുള്ള നടപടിയിലേക്ക് കൂടി സർക്കാർ കടക്കുകയാണ്. ലക്ഷക്കണക്കിന് അപേക്ഷകളാണ് നിവേദനങ്ങളായി ഗവൺമെന്റിന്റെ മുന്നിൽ ഈ നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് ലഭിച്ചിട്ടുള്ളത്. ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നതിനും നിലപാടുകൾ സ്വീകരിക്കാനും പ്രത്യേക സംവിധാനം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. വകുപ്പ് തലത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഇടപെടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. എല്ലാ ജില്ലയിലും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ ഈ പരാതികൾ സംബന്ധിച്ചുള്ള പരിഹാരം കണ്ടെത്തുന്നതിനും നിലപാടുകൾ സ്വീകരിക്കാനും ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നപരിഹാരത്തിന് ഒരു വലിയ ശൃംഖല മുഴുവൻ തീർത്ത് ഗവൺമെൻറ് ആകെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സംവിധാനം ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ജനാധിപത്യ മുന്നേറ്റത്തിന് പുതിയ സംഭാവനയായി ഇത് മാറുകയാണ്. ഏതാണ്ട് 35 ലക്ഷം ജനങ്ങളുമായി സംവേദിക്കാൻ ജാഥക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഈ പങ്കെടുത്ത, അതായത് നേരിട്ട് പങ്കെടുത്ത ജനങ്ങളിൽ പകുതിയിലധികം എല്ലാ സ്ഥലത്തും സ്ത്രീകളാണ് എന്നുള്ളതാണ്. സമൂഹ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും ഉൾപ്പെടെ ഏതാണ്ട് 1.5 കോടി ജനങ്ങളുമായി നവകേരള സദസ്സിന് സംവേദിക്കാനായി. അത് വളരെ വലിയ ഒരു ജനസമുച്ചയമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച പരിപാടിയായി ഇത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. നവകേരള സദസ്സ് ലക്ഷങ്ങളെ അണിനിരത്തി മുന്നോട്ടേക്ക് പോയപ്പോൾ UDF നടത്തിയ ബദൽ പരിപാടി ജനങ്ങളില്ലാതെ ശോഷിച്ചു പോയതും ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവുകളാണ്. നവകേരള സദസ്സിന് ജനപിന്തുണ ഏറുകയും UDFന്റെ ബദൽ പരിപാടി തകരുകയും ചെയ്തതോടെ ജനക്കൂട്ടത്തിലേക്ക് കയറി അങ്കലാപ്പുണ്ടാക്കുന്നതിന് വേണ്ടി, അലങ്കോലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് പിന്നീട് കേരളത്തിൽ നമ്മൾ കണ്ടത്. നവകേരള സദസ്സിന്റെ സമാപന നാളുകളിലേക്ക് കലാപം ആഹ്വാനം ചെയ്ത് മുമ്പോട്ടേക്ക് പോയ പ്രതിപക്ഷ നേതാവിനെയും
പാർട്ടി നേതൃത്വത്തെയുമാണ് കേരളത്തിൽ ജനങ്ങൾക്ക് കാണാൻ സാധിച്ചത്. രാഷ്ട്രീയമായ സമനില തെറ്റലാണ് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായുള്ള പ്രകോപനങ്ങളും പ്രകടനങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഓരോന്നും. അത് വേറെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒന്നായിട്ട് കാണേണ്ടതില്ല.